ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വന്നിട്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. നമുക്കറിയാം, ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. 1951 മുതലാണ് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. 12ാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് അവസാനിച്ചത്? 2017 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. അപ്പോൾ നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ ക്ലാസ്സിന്റെ അവസാനത്തിൽ പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവിധം പഞ്ചവത്സര പദ്ധതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ആസൂത്രണ കമ്മീഷൻ? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നത് എന്താണ്? യോജന ഭവനാണ്. എന്തുകൊണ്ടാണ് ഇത് ആസ്ഥാനമായിരുന്നത് എന്ന് പറയുന്നത്? കാരണം ഇപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? യോജന ഭവൻ, ന്യൂഡൽഹി ആയിരുന്നു. ഇനി പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ആസൂത്രണ കമ്മീഷനെ അറിഞ്ഞിരിക്കണം എന്ന്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയായിരുന്നു. ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നാണ് ആസൂത്രണ കമ്മീഷനെ അറിയപ്പെട്ടിരുന്നത്. ആസൂത്രണ കമ്മീഷനെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെയാണ് എന്തൊക്കെ അറിയപ്പെട്ടിരുന്നു? പാരലൽ ക്യാബിനറ്റ് എന്നും, ഫിഫ്ത്ത് വീൽ ഓഫ് ദി കോച്ച് എന്നും, സൂപ്പർ ക്യാബിനറ്റ് എന്നും, ഇക്കണോമിക് ക്യാബിനറ്റ് എന്നുമെല്ലാം അറിയപ്പെട്ടതും ആസൂത്രണ കമ്മീഷൻ തന്നെയാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ നമുക്ക് അറിയാം, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അപ്പൊ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2017 അവസാന പഞ്ചവത്സര പദ്ധതി. അതോടെ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. ആസൂത്രണ കമ്മീഷന് പകരം എന്ത് വന്നു എന്ന് പറഞ്ഞു? നമ്മളെ നീതി ആയോഗ് വന്നു പറഞ്ഞു. അപ്പൊ അവസാനത്തെ അധ്യക്ഷൻ ആരായിരിക്കും? നമ്മുടെ നരേന്ദ്രമോദിയാണ്. അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. ഇനി പ്രഥമ ആസൂത്രണ കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്? VT കൃഷ്ണമാചാരി, GL മെഹ്ത്ത, RK പാട്ടീൽ, CD ദേശ്മുഖ് എന്നിവരായിരുന്നു പ്രഥമ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ദേശീയ വികസന സമിതിയെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞു ആസൂത്രണ കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ആരായിരുന്നു? ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC ആയിരുന്നു പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. അപ്പൊ NDCയുടെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു. NDC സ്ഥാപിതമായത് എന്നാണ്? 1952 ഓഗസ്റ്റ് 6 NDC സ്ഥാപിതമായത് 1952 ഓഗസ്റ്റ് 6 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഓക്കെ, അപ്പൊ ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ആരാണ്? ദേശീയ വികസന സമിതിയായിരുന്നു. NDCക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. NDCയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പ്രധാനമന്ത്രി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ, ആസൂത്രണ കമ്മീഷൻ അംഗങ്ങൾ എന്നിവരെല്ലാമാണ് എന്തിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്? ദേശീയ വികസന സമിതി NDCയിലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗമായിട്ടുണ്ടായിരുന്നത്. അടുത്ത നമുക്ക് ഇനി പഞ്ചവത്സര പദ്ധതികൾക്ക് നോക്കാം അല്ലെ. എന്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്? ഇന്ത്യ എവിടുന്നാണ് പഞ്ചവത്സര പദ്ധതി കടമെടുത്തത്? നമുക്കറിയാം, ഇന്ത്യ പഞ്ചവത്സര പദ്ധതി കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. എവിടുന്നാണ്? USSRൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ് പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. ഈ ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് എന്തെന്നറിയപ്പെടുന്നു? പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നു. പഞ്ചവത്സര പദ്ധതി എന്നാൽ ഒരു പ്രത്യേക മേഖലക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. അതായത് ഏതെങ്കിലും കാർഷികമായോ വ്യവസായികമായോ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് 5 വർഷത്തേക്ക്
മുൻഗണന നൽകിക്കൊണ്ട് അവയെ മുന്നോട്ട് എത്തിക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് ശേഷം നമ്മളുടെ സമ്പത്തെല്ലാം പരമാവധി അവർ ചോർത്തിയെടുത്തിട്ടാണ് നമുക്ക് കിട്ടിയത്. അതിൽ തന്നെ നമ്മുടെ വ്യാവസായിക മേഖലയായാലും കാർഷിക മേഖലയായാലും എല്ലാം നമുക്ക് പരമാവധി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. അങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ ആദ്യം നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? കൃഷിക്കാണ്. നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. നമ്മൾ പറഞ്ഞു, ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെടുന്നത് എന്താണ്? പഞ്ചവത്സര പദ്ധതികൾ എന്നാണ് എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയായിരുന്നു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നത്. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും കമ്മീഷന്റെ ചുമതലയുള്ളത്. ഒരു രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. അതിനാൽ ഇവ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾ സാമ്പത്തികമായും ക്ഷേമപരമായും ഉള്ളവ നടപ്പിലാക്കി ജനങ്ങളിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് കൊണ്ടുവരികയും ചെയ്തതോടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് അന്ത്യം കുറിച്ചു. 2017 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. നമുക്കിനി 1ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോവാം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതായിരുന്നു? 1951 മുതൽ 56 വരെയായിരുന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 56 വരെയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. എന്നാണ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ അവതരിപ്പിച്ചത്? 1951 ഡിസംബർ 8-ന്. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ നെഹ്റു അവതരിപ്പിച്ചത് 1951 ഡിസംബർ 8-നായിരുന്നു. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-നാണ്. 1951 ഏപ്രിൽ 1-നാണ് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതി വരാൻ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ. 1ാം പഞ്ചവത്സര പദ്ധതി നടപ്പിൽ വരുത്താൻ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. കാർഷിക പദ്ധതി, ഹരോഡ് ഡോമർ മോഡൽ എന്നെല്ലാം അറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കൃഷിക്കാണ്. അതുകൊണ്ടാണ് അതിന് കാർഷിക പദ്ധതി എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക വിദഗ്ധന്മാരായ റോയ് F ഹരോഡും ഇവേസെ ദോമറും വികസിപ്പിച്ചെടുത്ത ഹരോഡ് ദോമർ സാമ്പത്തിക മാതൃകയായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കി സ്വീകരിച്ചിരുന്നത്. ഗുൽസാരിലാൽ നന്ദയായിരുന്നു കമ്മീഷന്റെ ഉപാധ്യക്ഷൻ. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.6 വളർച്ചാ നിരക്കാണ്. ഇനി എന്തൊക്കെയാണ് 1ാം പഞ്ചവത്സര പദ്ധതിയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ? 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ്. കൃഷി നമുക്കറിയാം, 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് ഇമ്പോർട്ടൻറ്റ് നൽകിയെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ കൃഷി ചെയ്യണം പറഞ്ഞാൽ നമുക്ക് ജലം വേണം, ഡാമുകൾ വേണം. അങ്ങനെ ഡാമുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ വൈദ്യുതിയിലേക്കും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലയാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവ. പ്രാഥമിക മേഖലയ്ക്കാണ് 1ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നൽകിയത്? പ്രാഥമിക മേഖല കൃഷിക്ക്, അതുകൂടാതെ എന്തിന് കുടുംബാസൂത്രണത്തിനും ഇമ്പോർട്ടൻറ്റ് നൽകിയതാണ് 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. സാമൂഹിക വികസന പദ്ധതി അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1952 ഒക്ടോബർ 2-നാണ്. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണ്? ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ദേശീയ വിപുലീകരണ സേവനം ആരംഭിച്ചതും 1ാം പഞ്ചവത്സര പദ്ധതി
കാലഘട്ടത്തിലാണ്. 1953 ഒക്ടോബർ 2-നാണ് ദേശീയ വിപുലീകരണ സേവനം ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1952 ഒക്ടോബർ 2-നാണെന്ന് പറഞ്ഞു. ദേശീയ വിപുലീകരണ സേവനം ആരംഭിച്ചത് അതിന്റെ അടുത്ത വർഷമാണ് 1953 ഒക്ടോബർ 2-നാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1953-ലാണ് UGC ആക്ട് പാസ്സായ വർഷം. UGC ആക്ട് പാസ്സായ വർഷം 1956-ആണ്. 1953-ലാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിതമായത്. ഇനി UGC നിലവിൽ വന്നത് എന്നാണ്? 1953 ഡിസംബർ 28-നാണ് UGC നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 5 IIT-കൾ സ്ഥാപിതമായത്. 5 IIT-കൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ആദ്യ IIT പശ്ചിമ ബംഗാളിലെ ഗരംപൂരിലായിരുന്നു. ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി കൂടിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതിയാണ് ബക്രാനംഗൽ, ഹിരാകുഡ്, ദാമോദർ വാലി, നാഗാർജുന സാഗർ എന്നിവ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തൊക്കെ കണ്ടു? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരുടെ കാലത്തായിരുന്നു? ജവഹർലാൽ നെഹ്റുയുടെ കാലത്തായിരുന്നു. അതിന് ആമുഖം തയ്യാറാക്കിയ മലയാളി ആരായിരുന്നു? KN രാജ ആയിരുന്നു. കാർഷിക പദ്ധതി, ഹരോഡോമർ പദ്ധതി എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് ഇമ്പോർട്ടന്റ് നൽകിയത് ഏതിനാണ്? കൃഷിക്കായിരുന്നു ഇമ്പോർട്ടന്റ് നൽകിയിട്ടുള്ളത്. 2.1% വളർച്ച ഉദ്ദേശിച്ചെങ്കിലും 3.6% വളർച്ച നമുക്ക് ലഭിച്ചു. അതുപോലെ പിന്നെ എന്ത് പറഞ്ഞു? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തൊക്കെ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു? കുടുംബാസൂത്രണം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ ദേശീയ വിപുലീകരണ സേവനം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. 5 IIT-കൾ ഇന്ത്യയിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. അതുപോലെ ജലസേചന പദ്ധതികൾ വന്നു. ഏതൊക്കെയായിരുന്നു വൻകിട ജലസേചന പദ്ധതി? ബക്രാനംഗൽ, ഹിരാകുഡ്, ദാമോദർ വാലി, നാഗാർജുന സാഗർ ഇവയെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷികത്തിന് ഇമ്പോർട്ടൻസ് നൽകി. ഇനി അടുത്ത മേഖല ഏതാണ് നമുക്കുള്ളത്? വ്യവസായം. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് നൽകിയത് വ്യവസായ മേഖലയ്ക്കാണ്. വ്യാവസായികവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. നമുക്ക് വ്യവസായം വേണം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ നല്ല റോഡുകൾ വേണം. വ്യവസായം നടത്താനും നമുക്ക് അതിന് വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരാനും പിടിക്കാനൊക്കെ നമ്മുടെ ഗതാഗതം കൂടി വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി, നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് വേണ്ടി അണക്കെട്ടുകളും വൈദ്യുതിയും ജലസേചനത്തിനും ഇമ്പോർട്ടൻസ് നൽകിയ പോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനും ഗതാഗതത്തിനുമാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. മഹലാനോബിസ് പദ്ധതി എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു. എഴുതിയതിൽ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മഹലാനോബിസ് പദ്ധതി എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു. പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് ആണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5% ആയിരുന്നു. എന്നാൽ കൈവരിച്ചത് 4.3% ആണ്. ഓക്കെ, ഇനി രണ്ടാം പഞ്ചവത്സര കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവ. ഭിലായ് ഛത്തീസ്ഗഡിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. അപ്പൊ ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. റൂർക്കേല ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ഭിലായ് സോവിയറ്റ് യൂണിയന്റെയും റൂർക്കല ജർമ്മനിയുടെയും ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ
ഇറക്കുമതിയുടെ മേൽ സർക്കാർ വലിയ തോതിൽ നികുതി ചുമത്തി. ഇത് ഇന്ത്യയിലെ പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും സംരക്ഷിക്കുന്നതിൽ നിന്ന് വളരെയധികം പ്രാധാന്യം വഹിച്ചു. വ്യാവസായിക മേഖലയിലെ ഉയർന്ന നിക്ഷേപം വ്യാവസായിക മേഖലയെ ഉത്തേജിപ്പിച്ചു. അതായത് നമ്മുടെ ഇന്ത്യയിലെ വ്യവസായത്തെ വളർത്തിക്കൊണ്ടുവരണം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കണം. എന്നാലേ നമ്മളുടെ ഇന്ത്യയിലെ ആൾക്കാർ ഇന്ത്യയിലുള്ള സാധനം വാങ്ങുള്ളൂ. നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനം വിദേശത്ത് നിന്ന് അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആയാലും ഏതാളായാലും വില കുറവിന് അതേ സാധനം കിട്ടുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ അതല്ലേ വാങ്ങുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ കാശ് എന്ന് പറയുന്നത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലത്തെ വ്യവസായം വളരുന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും ഗവൺമെന്റ്? ഇറക്കുമതി അവിടുന്ന് കൊണ്ടുവന്ന ഇറക്കുമതിയുടെ മേൽ നികുതി ചുമത്തും. വലിയ തോതിൽ നികുതി ചുമത്തിയ അവർക്ക് ആ കാശിന് നമുക്ക് നൽകാൻ കഴിയാതെ വരും. അപ്പൊ അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ സാധനത്തിന്റെ വില കൂട്ടും. അപ്പൊ നമ്മുടെ സാധനത്തെക്കാൾ അതിന്റെ വില കൂടുതലാകുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെ വാങ്ങും അല്ലേ? അതാണ് ഗവൺമെന്റ് ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ദേശീയ പാതാ നിയമം 1956 നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് നൽകിയത് വ്യവസായവൽക്കരണത്തിനും ഗതാഗതത്തിനുമാണ് എന്ന് പറഞ്ഞു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളിൽ പെട്ടവയാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുകയും ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത്. അപ്പൊ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തൊക്കെയാണ് കണ്ടത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലാനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്നതാണ്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിങ്ങനെ 3 ഇരുമ്പുരുക്കശാലകൾ വന്നത്. ഭിലായ് സോവിയറ്റ് യൂണിയന്റെയും റൂർക്കേല ജർമ്മനിയുടെയും ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഇരുമ്പുരുക്കശാലകൾ നിർമ്മിച്ചത്. ഓക്കെ, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതും രണ്ടാം പഞ്ചവത്സര കാലഘട്ടത്തിൽ തന്നെയാണ്. ദേശീയ പാതാ നിയമം വന്നു. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളിൽ പെട്ടവയാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1961 മുതൽ 66 വരെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഇത് ഊന്നൽ നൽകി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തോടെയാണ്. അപ്പൊ എപ്പോഴാണ് ഹരിത വിപ്ലവം? ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തോടെയാണ് ഗാഡ്ഗിൽ യോജന രൂപീകരിച്ചത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിച്ചതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിച്ചത്. 1964 ജാർഖണ്ഡിൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് വന്നത്. അതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇനി എന്താണ് ഗാഡ്ഗിൽ യോജന? സാമൂഹിക ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആദ്യ വിമർശകനുമായ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിലിന്റെ പേരിലാണ് ഗാഡ്ഗിൽ ഫോർമുല അറിയപ്പെടുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നു. ഗാഡ്ഗിൽ യോജന ആരംഭിച്ചത് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ ആയിരുന്നു. ഇന്ത്യയിലെ സംസ്ഥാന പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം അനുവദിക്കുന്നത് നിർണ്ണയിക്കുന്നതിനായി 1969 ഗാഡ്ഗിൽ ഫോർമുല വികസിപ്പിച്ചെടുത്തത്. ആസൂത്രണ കമ്മീഷന്റെ അന്നത്തെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിരുന്നു DR ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും കുറഞ്ഞ ശരാശരി സാമ്പത്തിക വളർച്ച നേടിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% കൈവരിച്ചത് 2.4% മാത്രമാണ്. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി പ്രൈമറി സ്കൂളുകൾ ആരംഭിച്ചത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. അതുപോലെ സംസ്ഥാനതല വിദ്യാഭ്യാസ ബോർഡുകൾ സംസ്ഥാന സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡുകൾ രൂപീകരിച്ചത്. സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിന് ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്ക് നൽകിയതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സംസ്ഥാന വൈദ്യുതി ബോർഡുകൾ രൂപീകരിച്ചതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്തുകൊണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു? എന്തുകൊണ്ടാണ്? ആ സമയത്താണ് ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണം നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1962
ഇന്ത്യ ചൈന യുദ്ധവും 1964-65 വരൾച്ചയും 1966 അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് കൂടുതൽ കടമെടുത്തതിനാലും മൂന്നാം പഞ്ചവത്സര പദ്ധതി മുടങ്ങി. രൂപയുടെ മൂല്യം ഇടിയുകയും പണപ്പെരുപ്പം കൂടുകയും ചെയ്തു. ഇതൊരു മൂന്നാം പഞ്ചവത്സര പദ്ധതി തകരാനുള്ള ഒരു കാരണമായിരുന്നു. അതുപോലെ തന്നെയാണ് മൺസൂണിന്റെ പ്രതികൂല കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. നമ്മൾ പറഞ്ഞൂല്ലേ, രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ എന്ത് ചെയ്യും? പണപ്പെരുപ്പം കൂടും. കൂടുതൽ ആൾക്കാരുടെ കൂടുതൽ പണം വരാൻ തുടങ്ങും. അതിനനുസരിച്ച് സാധനങ്ങളുടെ വിലയെല്ലാം കൂടുകയും ചെയ്യും. അപ്പൊ രൂപയുടെ മൂല്യം ഇടിയുകയും പണപ്പെരുപ്പവും കൂടുകയും ചെയ്തതെല്ലാം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിനുള്ള കാരണമായിരുന്നു. 1965-66 കാലഘട്ടത്തിൽ ക്ഷാമത്തിന്റെ ഒരു വർഷം കൂടിയായിരുന്നു. സ്റ്റോക്കുകളുടെ അഭാവം മൂലം പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ബഫർ സ്റ്റോറുകൾ സ്ഥാപിക്കുന്നതിനുമായി സർക്കാർ ലഭ്യമായ എല്ലാ വിഭവങ്ങളും സമാഹരിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയമായത് കൊണ്ട് തന്നെ അടുത്ത 3 വർഷത്തേക്ക് സർക്കാർ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് വന്നത്? ഹരിത വിപ്ലവം വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയത്തിനുള്ള മറ്റൊരു കാരണമാണ് 1965 ഇന്ത്യ പാക് യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹരിത വിപ്ലവം? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 1965 ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. കേരളത്തിലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി ആൻഡ് കൽപ്പറ്റ, വയനാട് എന്നിവിടങ്ങളിലാണ്. വയനാട്ടിലെ കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെന്റ് ഹരിത വിപ്ലവത്തിലൂടെ കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനി, കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം എന്നിവ നൽകുകയുണ്ടായി. ഇതിലൂടെ കാർഷിക രംഗം മെച്ചപ്പെടുകയുണ്ടായി. ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം എന്ന് പറയുന്നത്, ഏറ്റവും ഗുണമുണ്ടാക്കിയ ധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 1960 മുതൽ 70 വരെയും ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1970 മുതൽ 80 വരെയുമാണ്. ഹരിത വിപ്ലവം ഇന്ത്യയിൽ കാർഷികോൽപാദനത്തിൽ ഗണ്യമായ പുരോഗതി വരുത്തി സ്വയം പര്യാപ്തത കൈവരുത്താൻ സഹായിക്കുകയും ചെയ്തു. ഇത് വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്. നാണ്യവിള ഏതാണ് എന്ന് ചോദിച്ചാൽ കരിമ്പാണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോന, സോണാലിക എന്ന് പറയുന്നത്. MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് സബർമതി മൊണാറ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്നത് C സുബ്രഹ്മണ്യമായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗിനെ പറയണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാലാണ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഉള്ളത് ചെന്നൈയിലാണ്. കേരളത്തിലെ ചോദിച്ചെന്ന് പറഞ്ഞാൽ മേപ്പാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് ഉള്ളത് എന്ന് പറയണം. ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഗോതമ്പാണ്. നാണ്യവിള എന്ന് പറയുന്നത് കരിമ്പാണ്. ഒന്നാം ഘട്ടം 1960-70 ആണ്. രണ്ടാം ഘട്ടം 70-80 ആണ്. ഹരിത വിപ്ലവ സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി C സുബ്രഹ്മണ്യമായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ നായകൻ ഡോക്ടർ MP സിംഗ് ആണ്. എന്താണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്? നമുക്കറിയാം, മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം 3 വർഷം 1966 മുതൽ 69 വരെയുള്ള 3 വർഷത്തെ കാലഘട്ടത്തെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഈ 3 വർഷം വാർഷിക പദ്ധതികളായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. പ്ലാൻ ഹോളിഡേ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു.
1966-67 കാലഘട്ടത്തിൽ വീണ്ടും വരൾച്ചയും പ്രശ്നവും ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റും കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വ്യവസായ മേഖലയ്ക്കും തുല്യ പരിഗണന നൽകി. നമ്മൾ പറഞ്ഞു ഇതിൽ മുൻപ് ആദ്യത്തേത് കൃഷിക്കും മാത്രവും രണ്ടാമത്തേത് വ്യവസായത്തിനുമായിരുന്നു ഇമ്പോർട്ടൻസ് നൽകിയതെന്ന്. ഈ പ്ലാൻ ഹോളിഡേ സമയത്ത് എല്ലാ മേഖലയ്ക്കും ഒരുപോലെ മുൻഗണന നൽകി. രാജ്യത്തിന് കയറ്റുമതി വർദ്ധിപ്പിക്കാനായി ഇന്ത്യൻ ഗവൺമെന്റ് രൂപയുടെ മൂല്യ തകർച്ച പ്രഖ്യാപിച്ചു. യുദ്ധവിഭവങ്ങളുടെ അഭാവം, പണപ്പെരുപ്പത്തിലെ വർധനവ് എന്നിവയായിരുന്നു പ്ലാൻ ഹോളിഡേയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നാലാം പഞ്ചവത്സര പദ്ധതി? 1969 മുതൽ 74 വരെയുള്ള കാലഘട്ടമാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. എന്നാണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? 1969 ജൂലൈ 19 14 ബാങ്കുകളാണ് ദേശസാൽക്കരണം നടത്തിയിരുന്നത്. ഈ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതിലൂടെ ബാങ്കിംഗ് സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും സ്വകാര്യ സമ്പാദ്യം ബാങ്കിംഗ് സംവിധാനങ്ങളിലേക്ക് കൂടുതൽ സമാഹരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഹരിത വിപ്ലവം കാർഷിക മേഖലയെ പുരോഗമിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവം, ആദ്യത്തെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? 60-70 ആയിരുന്നു. രണ്ടാമത്തത് 70-80 ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ കാലഘട്ടത്തിലും ഹരിത വിപ്ലവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ? എന്നാൽ 1971 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശ് വിമോചന യുദ്ധവും അവിടെ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും ഈ പദ്ധതി പരാജയത്തിലേക്ക് നയിച്ചു. വ്യാവസായിക വികസനത്തിനായി നീക്കിവച്ചിരുന്ന ധനസഹായം യുദ്ധശ്രമങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ലക്ഷ്യമിട്ടത് 5.6% വളർച്ച 5.6% നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിലും നമുക്ക് ആകെ 3.3% മാത്രമാണ് വളർച്ചാ നിരക്ക് കിട്ടിയത്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തിലായിരുന്നു ഇന്ത്യ ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയത്. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന ഈ പരീക്ഷണം 1974 നടത്തിയത്. ഇനി എന്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി? എന്നായിരുന്നു? 1974 മുതൽ 78 വരെയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ 74-78 എന്ന് പറയുമ്പോൾ അഞ്ചാം വത്സര പദ്ധതി പൂർത്തിയായിട്ടില്ല, 5 വർഷമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ICDS അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് നിലവിൽ വന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2 ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കണേ. 1975 ഒക്ടോബർ 2 ICDS നിലവിൽ വന്നത്. മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിപ്പിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ചില അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ നൽകുകയും അതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. കാർഷികോൽപാദനത്തിനായി കമാൻഡ് ഏരിയ വികസന പദ്ധതിയും ആരംഭിച്ചു. വൈദ്യുത ഉൽപാദനത്തിനും പ്രസരണത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ പ്രാപ്തമാക്കുന്നതിന് 1975 വൈദ്യുത വിതരണ നിയമവും നിലവിൽ വന്നു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. ഇത് തന്നെ രാഷ്ട്രീയപരമായി പല മാറ്റത്തിനും കാരണമായി. നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന പല കാരണങ്ങളാലും അന്നത്തെ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും പുതുതായ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേറി? മൊറാർജി ദേശായി 1978 പുതുതായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സർക്കാർ ഈ പദ്ധതിയെ നിരസിച്ചു. അഞ്ചാം പദ്ധതി സുഗമമായി നടത്തുന്നതിന് തടസ്സമായത് എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥയും അതുമൂലമുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണ്. അടിയന്തരാവസ്ഥ മൂലമുണ്ടായ പല കാരണങ്ങൾ കൊണ്ടും തന്നെ ജനങ്ങൾക്ക് അന്നത്തെ ഭരണത്തോട് വിശ്വാസം നഷ്ടപ്പെടുകയും
അവർ അടുത്തതായി തെരഞ്ഞെടുത്ത മൊറാർജി ദേശായി സർക്കാർ 5ാം പഞ്ചവത്സര പദ്ധതിയെ അവർ ചെയ്തു, നിരസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കാലാവധി പൂർത്തിയാക്കും മുൻപ് പിൻവലിക്കപ്പെട്ട ഏക പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നു. എന്നാൽ 5ാം പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. കാരണം കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ്? 5. ജോലിക്ക് കൂലി ഭക്ഷണം ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണെന്ന് പറഞ്ഞു. അതും 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം വന്നതും കാർഷികോൽപാദനത്തിനായി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും വൈദ്യുതി ഉൽപാദനത്തിന് 1975 വൈദ്യുതി വിതരണ നിയമം വന്നതും ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതും എല്ലാം എപ്പോഴാണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കും മുന്നേ തന്നെ പിൻവലിക്കപ്പെട്ടു. എന്താണ് റോളിംഗ് പ്ലാൻ? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാൾ ആണ്. അദ്ദേഹത്തിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവും അദ്ദേഹമാണ്. റോളിംഗ് പ്ലാനിൽ 3 തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാവുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം മൊറാർജി ദേശായി രാജിവെക്കാൻ നിർബന്ധിതരായി. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ചരൺ സിംഗ് അധികാരമേറ്റെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണ പരാജയപ്പെട്ടതിനാൽ പാർലമെന്റിന് ഭൂരിപക്ഷം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അത് വീണ്ടും പിന്നീട് ആര് ഭരണത്തിലേറാൻ കാരണമായി? ഇന്ദിരാഗാന്ധി 1980 ജനുവരിയിൽ വൻ വിജയത്തോടെ വീണ്ടും അധികാരത്തിലേറി. 1980 ഏപ്രിൽ 1-ന് ആര് അധികാരത്തിലേറി? ഇന്ദിരാഗാന്ധി അധികാരത്തിലേറി. റോളിംഗ് പ്ലാനിന്റെ 1ാം പദ്ധതി നമ്മൾ പറഞ്ഞു 3 പദ്ധതികളായിട്ട് 3 പ്ലാനുകളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. 1ാം പ്ലാൻ എന്തായിരുന്നു? വാർഷിക ബഡ്ജറ്റ് ഉൾക്കൊള്ളുന്ന നിലവിലുള്ള വർഷത്തേക്കുള്ള പദ്ധതിയാണ് ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത്. 2ാമത്തെ പ്ലാൻ പറഞ്ഞാൽ ആദ്യത്തെ പ്ലാൻ ഇപ്പോഴുള്ള വർഷത്തേക്കുള്ളതും 2ാമത്തത് ഒരു 3, 4 അല്ലെങ്കിൽ 5 വർഷങ്ങൾക്കുള്ളത്. ഈ 2ാമത്തെ പ്ലാൻ പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ആവശ്യങ്ങൾക്കനുസരിച്ച് 2ാം പദ്ധതി മാറിക്കൊണ്ടിരിക്കും. 3ാം പദ്ധതി എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. 10, 15, 20 വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് പദ്ധതിയായിരുന്നു. അതിനാൽ തന്നെ റോളിംഗ് പദ്ധതികളിൽ പരിധി നിശ്ചയിച്ചിട്ടുന്നില്ല. ഈ തീയതിയും ഒന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ദീർഘകാല 10, 15, 20 അല്ലെങ്കിൽ അതുപോലെ 2ാമത്തെ പറയണ പറഞ്ഞാൽ 3, 4, 5 എന്നല്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഈ പഞ്ചവത്സര പദ്ധതികൾ പോലെ തന്നെ അതിന് കറക്റ്റായ ഒരു തീയതി ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തതാണ് 6ാം പഞ്ചവത്സര പദ്ധതി. 1980-85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതിയിൽ വന്ന തൊഴിൽ വികസന പദ്ധതികൾ ഏതൊക്കെയാണ്? RLEGP, IRDP, NREP എന്നിവ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന തൊഴിൽ പദ്ധതികളാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഇൻ റൂറൽ ഏരിയ എന്ന പദ്ധതി നടപ്പിലാക്കിയതും 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഈ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഇൻ റൂറൽ ഏരിയ പദ്ധതി എന്നാണ് വന്നത്? 1982-ലാണ്. 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പൊ എന്നായിരുന്നു 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? 1980 ഏപ്രിൽ 15-നാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടുംബാസൂത്രണം, ഭവന നഗര വികസനം എന്നീ മറ്റ് സേവനങ്ങൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടന്നിട്ടുണ്ടായിരുന്നു. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത്? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 6ാം പദ്ധതി മുതൽ ആസൂത്രണ കമ്മീഷന്റെ പങ്കും വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. ഗ്രാമീണ യുവാക്കളുടെ സ്വയം പരിശീലനം 1979-ലാണ് ആരംഭിച്ചത്. ഈ പദ്ധതി മുതൽ ആസൂത്രണ കമ്മീഷൻ പദ്ധതികളുമായി സൈനിക പഞ്ചവത്സര പദ്ധതികൾ ഏകോപിപ്പിക്കപ്പെട്ടു. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.2% എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 5.7%. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 90 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ഭക്ഷ്യധാന്യ ഉൽപാദന വില വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്.
ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഗതാഗതം, ആശയവിനിമയം എന്നീ മേഖലകളിൽ മികച്ച മുന്നേറ്റം നടത്തി. വാർത്താവിനിമയ മേഖലയുടെ പുരോഗതിക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡ എന്ന് പറയുന്നത്. ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഗ്രാമവികസന പദ്ധതികളാണ് ഇന്ദിര ആവാസ് യോജന, ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. NREPയും RLEGPയും ലയിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി 5% വളർച്ച ലക്ഷ്യം വെച്ചത്. എന്നാൽ 6% വളർച്ച കൈവരിച്ചു. എന്നാണ് വാർഷിക പദ്ധതി? കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990-92 മാർച്ച് 31 വരെ നടപ്പിലാക്കിയ പദ്ധതികളാണ് വാർഷിക പദ്ധതികൾ. ഏഴാം പഞ്ചവത്സര പദ്ധതിയും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ നടപ്പിലാക്കിയവയാണ് ഈ വാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. നരസിംഹറാവു സർക്കാർ പുത്തൻ സാമ്പത്തിക നിയമങ്ങൾ നടപ്പിലാക്കിയതും ഈ വാർഷിക പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. ഇനി അടുത്തതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവിക വികസനമായിരുന്നു. മാനവിക വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 1992-97 വരെയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഈ എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകമായിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ജവഹർ റോസ്ഗാർ യോജനയാണ്, ഇത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാണ്. അപ്പോൾ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എട്ടാം പഞ്ചവത്സര പദ്ധതിയും ജവഹർ റോസ്ഗാർ യോജന ഏഴാം പഞ്ചവത്സര പദ്ധതിയുമാണ്. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് സംവിധാനം എന്നിവ നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് 5.6% വളർച്ചാ നിരക്കാണെങ്കിൽ കൈവരിച്ചത് 6.8% വളർച്ചാ നിരക്കാണ്. റാവു ആൻഡ് മൻമോഹൻ മോഡൽ എന്നും എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. മഹിളാ സമൃദ്ധി യോജന എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലെ നിന്ന് നടപ്പിലാക്കിയത്. അപ്പൊ എന്തൊക്കെയായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയിൽ? ഒന്ന്, പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും മഹിളാ സമൃദ്ധി യോജനയും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇനി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എപ്പോഴായിരുന്നു? 1997 മുതൽ 2002 വരെയായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. സാമൂഹിക നീതിക്കും സമത്വത്തിനും ഒപ്പം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ദാരിദ്ര്യർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കാം, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളിലെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒമ്പതാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പൊ എന്നാണ് കുടുംബശ്രീ? 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. അപ്പൊ കുടുംബശ്രീ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ 9ആണ്. ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ രണ്ടാം ആണവ പരീക്ഷണം നടത്തിയതും ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ 50ാം വർഷത്തിലെ പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ രണ്ടാം ആണവ പരീക്ഷണം എപ്പോഴായിരുന്നു? 1997 മെയ് 11-13 വരെയായിരുന്നു. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കാർഗിൽ യുദ്ധം നടന്നത്. അപ്പോൾ കാർഗിൽ യുദ്ധം നടന്നത് എന്നാണ്? 1999 കാർഗിൽ യുദ്ധം നടന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത്. 2001 ഈ പദ്ധതി. സർവശിക്ഷാ അഭിയാൻ 2001.
പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള പദ്ധതി പോലെ തന്നെയാണ് ഭീകരവാദം തടയുന്നതിന് വേണ്ടിയിട്ടാണ് പോട്ട, അതായത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 മാർച്ച് 28 തുടങ്ങിയത്. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ഈ 9ാം പഞ്ചവത്സരം ലക്ഷ്യമിട്ടത് 6.5%, എന്നാൽ കൈവരിച്ചത് 5.5% മാത്രമാണ്. ഇനി എന്താണ് 10ാം പഞ്ചവത്സര പദ്ധതി? 2002 to 2007 വരെയുള്ള പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 2002 ഡിസംബർ 21 അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓരോ വർഷത്തിലും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുകയും ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണിത്. എന്നാൽ 8% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട പദ്ധതി നേടിയത് 7.6% വളർച്ചാ നിരക്ക് മാത്രമാണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 എന്നിവ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ രൂപീകരിച്ച പദ്ധതികളാണ്. വിദ്യാഭ്യാസം, പ്രതിഫലം, തൊഴിൽ എന്നിവയിലൂടെ ലിംഗവിവേചനം കുറയ്ക്കുക, അതുപോലെ ശുദ്ധമായ കുടിവെള്ളം, ജലസ്രോതസ്സുകൾ നവീകരിക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, മാതൃ ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നിവയെല്ലാമായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പ്രതിവർഷം 8% GDP വളർച്ചാ നിരക്ക് എന്നിവയും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലായിരുന്നു. കേരള മോഡൽ എന്നറിയപ്പെടുന്ന ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. പട്ടിണി നിർമ്മാർജ്ജനം, തൊഴിലവസര വർധനവുമാണ് ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ കാലഘട്ടത്തിലാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, അതായത് 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ, പിന്നെ 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ ഇവയെല്ലാം വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഉദാരവൽക്കരണത്തിന് ശേഷം കൈവരിച്ച മെച്ചപ്പെട്ട വളർച്ചാ നിരക്കിൽ നിന്ന് ഉയർന്ന പ്രതിശീർഷ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് 11ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. 2007 to 2012 വരെയായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്നായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി, ഭീമാ യോജന എന്നിവ നടപ്പിലാക്കിയത് 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ആധാർ പദ്ധതി, ആം ആദ്മി ഭീമാ യോജന, അത് അവിടെ ടൈപ്പിംഗിൽ മിസ്റ്റേക്ക് വന്നതാണ്. ആധാർ പദ്ധതി, ആം ആദ്മി ഭീമാ യോജന എന്നിവ വന്നത് എപ്പോഴായിരുന്നു? 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 8% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. എന്നാൽ ലക്ഷ്യം 9% ആയിരുന്നു. എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തതാണ് നമ്മുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായ 12ാം പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെയായിരുന്നു. സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് എന്താണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ? വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവിൽ കുറവ് വരാതെ, അതായത് വരും തലമുറയ്ക്കുള്ള സാധനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ നീഡ്സും കൂടി നടത്തുക എന്നതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. 2015 ജനുവരി 1 NDA സർക്കാർ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട ശേഷം നീതി ആയോഗ് രൂപീകരിച്ചു. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത് 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന കമ്മീഷനാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ഒരു റിവിഷൻ പോലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? നീതി ആയോഗ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലാനോബിസ്. ഇന്ത്യൻ എക്കണോമിക്സ് പ്ലാനിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യ. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 1951 ഏപ്രിൽ 1. 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഹിരാകുഡ്, ദാമോദർ വാലി, ബക്രാനങ്കൽ, നാഗാർജുന സാഗർ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. വാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? വാർഷികമല്ല, വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. 3ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം, പിന്നെ മൺസൂണിന്റെ പ്രതികൂല കാലാവസ്ഥ. UGC നിലവിൽ വന്നത് എപ്പോഴാണ്?
1953 ഡിസംബർ 28 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് UGC നിലവിൽ വന്നത്. സോഷ്യലിസത്തിൽ അധിഷ്ഠമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരിത വിപ്ലവത്തിന് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. 1955 തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? മഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യമാണ് ഗോതമ്പ്. ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച നാണ്യവിള ഏതാണ്? കരിമ്പാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? റൂർക്കേല, ദുർഗാപൂർ, ഭിലായി ആണ്. പ്ലാൻ ഹോളിഡേ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത് എപ്പോഴാണ്? 1970 എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്? പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വർധനവ് ലക്ഷ്യമിട്ട ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? TP ധർ ആണ്. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ബുദ്ധൻ ചിരിക്കുന്നു എന്ന ആണവ പരീക്ഷണം നടത്തിയത് എപ്പോഴാണ്? 1974 നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ICDS നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ICDS 1975 ഒക്ടോബർ 2 നിലവിൽ വന്നത്. റോളിംഗ് പ്ലാൻ ആരംഭിച്ചത് ഏത് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്? ജനതാ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. 1978 മുതൽ 80 വരെയാണ്. രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പോൾ രണ്ടാം ഘട്ട ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? 1980 ഏപ്രിൽ 15 ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുണാർ മിർഡാലാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഗ്രാമവികസന പദ്ധതികൾ ഏതൊക്കെയാണ്? ഇന്ദിര ആവാസ് യോജന, ജവഹർ റോസ്ഗാർ യോജന എന്നിവയാണ്. ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1989 ഏപ്രിൽ 1 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? കാർഷികോൽപാദനത്തിനായാണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി കൊണ്ടുവന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു. റാവു ആൻഡ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയുടെ കാലത്ത് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. സർവശിക്ഷ അഭിയാൻ പദ്ധതി 2001 നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, മഹിളാ സമൃദ്ധി യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഗിൽ യുദ്ധം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1999 ഭീകരവാദം തടയുന്നതിനായി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ നിയമം ഏതാണ്? കോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 മാർച്ച് 28. കാലാവധി പൂർത്തിയാക്കും മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. കുടുംബശ്രീ ആരംഭിച്ചത്
9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് 1998 മെയ് 17-ന്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. ആധാർ, ആം ആദ്മി ബീമ യോജന എന്നിവ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 11ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 2019 ഏപ്രിൽ 1-ന്. ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം. മാനവശേഷി വികസനം ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇവയൊക്കെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി പഞ്ചവത്സര പദ്ധതികൾ നോക്കിയപ്പോൾ അവരുടെ ഡേറ്റും അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയി, ആ ലക്ഷ്യം എന്താണെന്നുള്ളതും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞു പോകാം. 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1951 to 56 വരെയാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെയാണ്. വ്യാവസായിക വികസനമാണ് ലക്ഷ്യം. 3ാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതാണ് ലക്ഷ്യം. 4ാം പഞ്ചവത്സര പദ്ധതി 1969 to 1974 വരെയാണ്. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നതാണ് ലക്ഷ്യം. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം. 6ാം പഞ്ചവത്സര പദ്ധതി 1980 to 85 കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവ. 8ാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയാണ്. മാനവശേഷി വികസനമാണ് ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ലക്ഷ്യം. 10ാം പഞ്ചവത്സര പദ്ധതി 2002 to 2007 വരെയാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 12 വരെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിട്ടിരുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതി 2012 to 17 വരെയാണ്. സുസ്ഥിര വികസനമാണ് ഇതിന്റെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ 3ാം പഞ്ചവത്സര പദ്ധതിക്കിടയിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു? ഒരു പ്ലാൻ ഹോളിഡേ, 3 കൊല്ലം പ്ലാൻ ഹോളിഡേ വന്നു. 1966 മുതൽ 69 വരെ ഒരു പ്ലാൻ ഹോളിഡേ വന്നു. അതുപോലെ നമുക്കൊരു റോളിംഗ് പ്ലാനും വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ 5ാം പഞ്ചവത്സര പദ്ധതി മുഴുവനായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന മൊറാർജി ദേശായി എന്ത് ചെയ്തു? അതിനെ പിൻവലിച്ചിട്ട് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. 78 മുതൽ 80 വരെ ഒരു റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 1990 to 92 വരെ ഒരു വാർഷിക പദ്ധതിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് ഇടയിൽ ഈ 3 പദ്ധതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വർഷങ്ങൾ കറക്റ്റായി അറിഞ്ഞിരിക്കണം. എല്ലാവരും നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് വീണ്ടും നല്ലൊരു ക്ലാസ്സുമായി വരുന്നവരെ ഓക്കെ, ബൈ.